ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നല്ലൊരു വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണയുള്ള ചിക്കൻ കറീനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറിയാണ്. എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകവും 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും 6-7 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഫുള്ള് വലിയ തേങ്ങ ഒന്ന് ചിരകിയത് അതും ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, ഒരു 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് തണിഞ്ഞതിന് ശേഷം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുള്ളതാണ്. 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടും അരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ മുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 2.5 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നുള്ളത്. അങ്ങനെ അധികം വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 3 സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും ഒരു 3 തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് എടുക്കലാണ്. ചിക്കനിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട, ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വരും. അപ്പോൾ ചിക്കൻ വെന്തതിന് ശേഷം അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചാൽ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പോളം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അങ്ങനെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റുള്ള വറുത്തരച്ചിട്ടുള്ള കോഴിക്കറി റെഡിയായി. ഇത് പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ പൊറോട്ട, ചപ്പാത്തീൻ്റെ ഒക്കെ എല്ലാം കിടിലൻ ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യോ.